ക്ലാസ് 5. എടാ എന്റെ ക്ലാസ് 5 മക്കളൊക്കെ നമ്മുടെ ഇംഗ്ലീഷ് എക്സാമിന് വേണ്ടി വെയിറ്റിംഗ് ആണെന്ന് മിസ്സിന് അറിയാം. സോ നിങ്ങൾക്ക് എക്സാമിന് ഇമ്പോർട്ടന്റ് ആയിട്ട് ചോദിക്കുന്ന ഒരു അടിപൊളി ക്വസ്റ്റ്യനുമായിട്ടാണ് മിസ് വന്നിട്ടുള്ളത് കേട്ടോ. എന്തായാലും നിങ്ങൾക്ക് എക്സാമിന് 100% ഉറപ്പായിട്ട് ചോദിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് പിക്ചർ ഡിസ്ക്രിപ്ഷൻ. എന്താടാ പിക്ചർ ഡിസ്ക്രിപ്ഷൻ? എന്താ മക്കളെ പിക്ചർ ഡിസ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്കൊരു പിക്ചർ തരും, അതിലുള്ള കാര്യങ്ങളൊക്കെ കണ്ടെത്തി നമ്മളോട് ഡിസ്ക്രൈബ് ചെയ്യാൻ പറയൂലേ. അപ്പൊ നിങ്ങളോട് മിക്കവാറും ചോദിക്കാൻ ചാൻസ് ഉള്ളത് ഒരു കൃഷി, ഒരു ഫീൽഡ്. കാരണം സീഡ് ആൻഡ് സോയിൽ എന്നുള്ള ചാപ്റ്ററിൽ നമ്മൾ ഒരുപാട് കൃഷിനെ പറ്റിയിട്ടും കർഷകരെ പറ്റിയിട്ടൊക്കെയാണ് പഠിക്കുന്നത് അല്ലേ. സോ അതുകൊണ്ട് തന്നെ കൂടുതലായിട്ടും എന്തെങ്കിലും ഒരു നേച്ചർ റിലേറ്റഡ് ആയിട്ടുള്ള കാര്യമായിരിക്കും നിങ്ങൾക്ക് തരുന്നുണ്ടാവുക. സോ പിക്ചർ ഡിസ്ക്രിപ്ഷന് നമുക്ക് ഇമ്പോർട്ടന്റ് ആയിട്ട് എന്ത് ചെയ്യാം, പഠിക്കാം. അപ്പൊ ഇവിടെ ക്വസ്റ്റ്യൻ നോക്കിക്കേ. പാറു ആൻഡ് ഹെർ ഗ്രാൻഡ് മദർ were in their paddy field. You have seen such paddy fields, haven't you? Draw a picture of a paddy field in your notebook. Write a few sentences about it. പാറുവും ഗ്രാൻഡ് മദറും എന്താണ് വയലിൽ പോകുന്നതിനെ പറ്റി നമ്മൾ പറഞ്ഞു അല്ലെ. നിങ്ങൾ അത്തരത്തിലുള്ള പാഡി ഫീൽഡ്സ് കണ്ടിട്ടുണ്ടോ? നിങ്ങൾ ഇത്തരത്തിലുള്ള വയലുകളൊക്കെ കണ്ടിട്ടുണ്ടോ? അങ്ങനെയാണെങ്കിൽ നിങ്ങളോട് തന്നെ ഡ്രോ ചെയ്യാനും പറഞ്ഞിട്ടുണ്ട്. പക്ഷെ ക്വസ്റ്റ്യൻ പേപ്പറിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യില്ല, ഡ്രോ ചെയ്യാനൊന്നും പറയില്ല. എന്ത് ചെയ്യും, നേരെ അവർ പിക്ചർ തന്നിട്ട് നിങ്ങളോട് ഡിസ്ക്രൈബ് ചെയ്യാനാണ് കേട്ടോ പറയാ. ആൻഡ് ചിലപ്പോൾ കളർ ചെയ്യാനൊക്കെ ചോദിക്കുമായിരിക്കും. സോ റൈറ്റ് എ ഫ്യൂ സെന്റൻസസ് അബൌട്ട് ഇറ്റ്. അപ്പൊ ഇവിടെ നമ്മൾ ചെയ്യേണ്ടത് എന്താ, പിക്ചർ ഡിസ്ക്രിപ്ഷൻ ആണ് അല്ലെ. ഒരു പിക്ചർ ഡിസ്ക്രൈബ് ചെയ്യുമ്പോൾ നമ്മൾ എങ്ങനെയാണ് സ്റ്റാർട്ട് ചെയ്യുക? This is a picture of, അല്ലെങ്കിൽ this picture shows, അല്ലെങ്കിൽ this picture is about എന്നൊക്കെ പറഞ്ഞ് എന്ത് ചെയ്യാം, എൻ്റെ മക്കൾക്ക് ആ ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ സ്റ്റാർട്ട് ചെയ്യാം. അതിനുശേഷം ആ ഒരു പിക്ചറിൽ നമ്മൾ എന്തൊക്കെയാണ് കാണുന്നത്? നല്ല മലകളുണ്ട്, പുഴകളുണ്ട്, ക്ലൗഡ്സ് ഉണ്ട്, കാക്കകളുണ്ട്. അപ്പൊ അങ്ങനെ ആ ഒരു പിക്ചറിൽ എന്തൊക്കെയാണോ കാണുന്നത് ആ കാര്യങ്ങൾ നിങ്ങൾ എന്ത് ചെയ്യണം, പിക്ചർ ഡിസ്ക്രിപ്ഷനിൽ മെൻഷൻ ചെയ്യണം. അതിനുശേഷം ആ ഒരു പിക്ചർ അടിപൊളിയാണ്, നല്ല മനോഹരമായിട്ടുള്ളതാണ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് നിങ്ങൾക്ക് ആ ഒരു പിക്ചർ ഡിസ്ക്രിപ്ഷൻ എന്ത് ചെയ്യാൻ പറ്റും, എൻഡ് ചെയ്യാൻ പറ്റും കേട്ടോ. സോ അങ്ങനെയാണെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാം, പിക്ചർ ഡിസ്ക്രിപ്ഷനിലേക്ക് പോയാലോ. ദ പാഡി ഫീൽഡ് ഈസ് സോ ബ്യൂട്ടിഫുൾ. വയൽ കാണാൻ എന്തുണ്ട്, ഭയങ്കര ബ്യൂട്ടിഫുൾ ആണ്. അപ്പൊ നിങ്ങൾ കൂടുതൽ അഡ്ജക്റ്റീവ്സ് യൂസ് ചെയ്യാൻ നോക്കുക. ബ്യൂട്ടിഫുൾ, പിന്നെ കളേഴ്സ് ഒക്കെ പറയുന്ന രീതിയിൽ റെഡ് സൺ അല്ലെങ്കിൽ ഹോട്ട് സൺ എന്നൊക്കെ പറയുന്നത് പോലെ കുറച്ച് അഡ്ജക്റ്റീവ്സ് കൂടുതലായിട്ട് എന്ത് ചെയ്യുക എൻ്റെ മക്കള് യൂസ് ചെയ്യുക കേട്ടോ. സോ ദ ലഷ് ഗ്രീൻ ഫീൽഡ് സ്ട്രെച്ച് ആസ് ഫാർ ആസ് ദ ഐ ക്യാൻ സീ. ലെ കണ്ണെത്താ ദൂരത്ത് പച്ച വിരിച്ച പാടം ഇങ്ങനെ എന്ത് ചെയ്യുന്നുണ്ട്, ലഷ് ഗ്രീൻ ഫീൽഡ് സ്ട്രെച്ച് ചെയ്ത് ഇങ്ങനെ വിശാലമായി പരന്നു കിടക്കുന്നുണ്ട്. ഡ്യൂറിങ് ഹാർവസ്റ്റ് സീസൺ the golden paddy field creates a stunning landscape. അപ്പൊ ഈ ഒരു ഹാർവസ്റ്റ് സീസൺ ഒക്കെ ആവുന്ന സമയത്ത് എന്താ, നല്ല ഗോൾഡൻ കളറിലാണ് ഉണ്ടാവുക അല്ലെ. കാരണം നെല്ലിന്റെ ഇതൊക്കെ വൈക്കോൽ ആ ഒരു കളറിന്റെ വൈക്കോൽ കളർ ആയിട്ടുണ്ടാവും, കുറച്ച് ഗോൾഡൻ കളർ ആയിട്ടുണ്ടാവും. ഡ്യൂറിങ് മൺസൂൺ ദ പാഡി ഫീൽഡ്സ് ആർ ഫിൽ വിത്ത് വാട്ടർ. മൺസൂണിന്റെ സമയത്ത് എങ്ങനെയാ ഉണ്ടാവുക, പാഡി ഫീൽഡ്സ് വാട്ടർ കൊണ്ട് ഫിൽ ചെയ്തിട്ടുണ്ടാവും, ക്രിയേറ്റിംഗ് എ മിറർ ലൈക്ക് എഫക്ട് അല്ലെ. അപ്പൊ കണ്ണാടി പോലെ വെള്ളം എന്ത് ചെയ്തിട്ടുണ്ടാവും, മൊത്തം പരന്ന് കിടക്കുന്നുണ്ടാവും. ആൻഡ് ദ പാഡി ഫീൽഡ്സ് ആർ ഹോം ടു മെനി ബേർഡ്സ് ആൻഡ് ക്രിയേച്ചേഴ്സ്. ഒരുപാട് ബേർഡ്സും ക്രിയേച്ചേഴ്സിനെയും നമുക്ക് കാണാം. എ ജെന്റിൽ ബ്രീസ് ഓൾവേസ് ക്രിയേറ്റ്സ് എ മെസ്മറൈസിംഗ് റിപ്പിൾ ത്രൂ ദ സ്വേയിങ് പാഡി പ്ലാന്റ്സ്. ആടി ഉലയുന്ന പാഡി പ്ലാന്റ്സിന്റെ മുകളിലായിട്ട് വെള്ളത്തിൽ എന്തുണ്ടാവാം, റിപ്പിൾസ്. റിപ്പിൾസ് എന്ന് പറഞ്ഞാൽ എന്താടാ, ഓളങ്ങളാണ് അല്ലെ. നമ്മൾ വെള്ളത്തിലേക്ക് കല്ലെടുത്ത് എറിയുമ്പോൾ പോലെ ഉണ്ടാവുന്ന ഓളങ്ങളെയാണ് പറയുന്നത്. ബട്ട് ഓവറോൾ ദിസ് പിക്ചർ shows a beautiful paddy field landscape. Okay, എന്നൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എഴുതാൻ വേണ്ടിയിട്ട് പറ്റും കേട്ടോ. സോ ഈ ഒരു വീഡിയോ ക്ലിയർ ആയിട്ടുണ്ടെങ്കിൽ ഇപ്പൊ തന്നെ എൻ്റെ മക്കളെല്ലാവരും വീഡിയോ ലൈക്ക് ചെയ്യുക. ആൻഡ് ഇതിന്റെ നോട്ട്സ് ഒക്കെ നിങ്ങൾക്ക് കിട്ടണമെന്നുണ്ടെങ്കിൽ താഴെ വാട്സ്ആപ്പ് കമ്മ്യൂണിറ്റിയിലെ ലിങ്ക് ഉണ്ടാവും, അതിൽ ജോയിൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് വാട്സാപ്പിൽ ജോയിൻ ചെയ്തിട്ട് ഈ നോട്ട്സ് ഒക്കെ കിട്ടുന്നതാണ് കേട്ടോ. സോ ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും നമ്മുടെ വീഡിയോ ലൈക്ക് ചെയ്യാൻ മാക്സിമം നിങ്ങളുടെ ഫ്രണ്ട്സിന്റെ അടുത്തേക്കൊക്കെ ഷെയർ ചെയ്യുക. ഇനിയും ഇതുപോലെയുള്ള വീഡിയോ ആയിട്ട് നമുക്ക് കാണാം. സോ ഓൾ ദി ബെസ്റ്റ് ഫോർ യുവർ എക്സാം. ലവ് യു ഓൾ. ബൈ.